നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ. സർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്നെ പോലുള്ള എത്ര കള്ളന്മാരെ ഞാൻ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വയനാട്ടിലെ സ്വന്തം റിസോർട്ടിൽ നിന്നാണ് കൊച്ചി പോലീസും വയനാട് എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. എന്റെ ചങ്ക് തകർന്നുപോയി. കുറെ നാളായി മനുഷ്യന്റെ സ്വൈര്യം കെടുത്താൻ തുടങ്ങിയിട്ട്. പോനാ പോട്ടോന്ന് വിചാരിക്കും തോറും അഹമ്മദി കൂടി വരിക. ചെമ്മണ്ണൂർ കേസായല്ലോ. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കേസ് IT ആക്ട് അടക്കം ഇട്ടിട്ടുണ്ട്. കുഴപ്പമാവോ? അറിയില്ല. പനിനീർ പൂവ് കണ്ടാ തോന്നുമോ അതിന്റെ അടിയിൽ കൂർത്ത മുള്ളുകളുണ്ട്? എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. ഇത്തരത്തിലുള്ള അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് ആസ്വദിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതല്ല. അങ്ങനെയൊന്നല്ല. കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ? നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് പലരും പലതും പറഞ്ഞു. അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. അയ്യോ, അത് പിന്നെ അങ്ങനെയാണല്ലോ. കല്യാണത്തിന് ശേഷം ഇപ്പോഴും കളി തുടങ്ങിയോ? കളി മുടങ്ങാതെ നടന്നോട്ടെ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണത്. തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ട്. നല്ല ഒന്നാന്തരം 916 എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം. അതൊന്ന് ഇട്ട് നോക്ക്. പെൺകുട്ടികളെ കാണുമ്പോ തനിക്ക് എന്താ ഭ്രാന്താണോ? സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിൽ ഞാനൊരു പിന്നെ മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. തങ്കം പോലത്തെ മനുഷ്യന് എന്തിനാ കൊച്ചമ്മ വെറുതെ സംശയിക്കുന്നത്? പുറത്ത് തങ്കം തന്നെയാ, അകത്ത് ചെമ്പുണ്ടോന്ന് ഈയിടെ എനിക്കൊരു സംശയം. കുന്തി ദേവിയോട് ഉപമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് വളരെ ഓപ്പൺ ആയിട്ട് സ്റ്റേജിൽ വെച്ചാണ്. അതിന് ആൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. വെരി ഗുഡ്. അപ്പൊ പ്രശ്നമല്ല, സോൾവ് ആയി കാണുമല്ലേ? ഇല്ല, കൂടുതൽ ഗുരുതരമായിരിക്കും. മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ? ഉണ്ട്. ഒരു ഹിന്ദി സീരിയലുണ്ട്. അവരുടെ നടിയുടെ പേരറിയുമോ താങ്കൾക്ക്? പേരിപ്പോ ഓർമ്മയില്ല. ഞാൻ പക്ഷെ അവരെ ഓർമ്മയുണ്ട്, പേരോർമ്മയില്ല. പേരിപ്പോ ഓർമ്മയില്ല എനിക്ക് സീരിയലില്. അപ്പൊ അത് വീട്ടിലും നാട്ടിലും ഒക്കെ പറഞ്ഞു നിൽക്കാൻ ഒരു കച്ചി തുരുമ്പ് അല്ലാതെ എനിക്കിങ്ങനെ ഒരു തെറ്റ് വരാൻ വഴിയില്ല. അപ്പോ നമ്മൾ അത് പറയുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർ അവരെ മോശമായി ചിത്രീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ലോ. ഈ പല കുറെ ഞാൻ കേട്ടതാ. ഒരുമാതിരി പട്ടുകോട്ടയ്ക്കുള്ള വഴി ചോദിക്കുമ്പോ കൊട്ടപ്പാക്കിന് വില പറയുന്ന ഏർപ്പാട് ഞങ്ങൾ വേണ്ട. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ? വല്ല വഴിയുണ്ടോടാ? വഴിയുണ്ട്, പെരുവഴി. അല്ല, അവരുടെ അടുത്ത് സോറി പറയണോണ്ട് യാതൊരു വിരോധമില്ല. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. എന്നോട് ക്ഷമിക്കണം. നമ്മൾ മനഃപൂർവ്വം ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാപ്പ് പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ പിന്നെന്താ, അഹങ്കാരം എനിക്ക് ലേശമില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്കൊരു സഹകരണവും സമാധാന സന്ധിയും. ക്ഷമിക്കണം. ഇനി ഇത് ആവർത്തിക്കില്ല. മാപ്പ്.